ആയിട്ട് നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും 1 കപ്പ് ക്രാൻബെറി 1 കപ്പ് ഉണക്കമുന്തിരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ റമ്മും വൈനും ഇല്ലാതെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് നന്നായി ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 1 മണിക്കൂർ നമ്മൾക്ക് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര നിങ്ങൾക്ക് സാധാരണ വെളുത്ത പഞ്ചസാര എടുക്കാം. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കളർ കിട്ടും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇട്ടിട്ട് ഇത് മെൽറ്റ് ആവാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നോക്കൂ, ഇപ്പോൾ കാരമലായിട്ടുണ്ട്. ഈ സമയത്ത് ഇത് തീ കുറച്ചിട്ട് 1 കപ്പ് ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തീ കുറയ്ക്കാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് സ്പ്ലാഷോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 1 കപ്പ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതിലെ ഡ്രൈ ഫ്രൂട്ട്സ് മാറ്റിയിട്ട് അതിൽ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ഈ കാരമലിലേക്ക് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ബോയിലായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ സോക്ക് ചെയ്ത് വെച്ചത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഫ്രൂട്ട്സ് ഇതിലിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും ഡ്രൈ ഫ്രൂട്ട്സ്. ഓക്കെ, നമ്മളിത് ഒരു ദിവസം കൊണ്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇതിൽ കിടന്നിട്ട് ഒന്ന് തിളക്കട്ടെ. സോ ഇത് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പം ഞാനിത് ഓഫ് ചെയ്യണം. ഓക്കെ, ഇത് തണുക്കാൻ വെക്കാം കേട്ടോ. തണുത്തതിന് ശേഷം ഇത് നമ്മളൊന്നും കൂടി അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ജ്യൂസ് സെപ്പറേറ്റ് മാറ്റി വെക്കുക. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ശരിയാക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദ അരിച്ചെടുത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് ചുക്ക്, ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതെല്ലാം 1/4 ടീസ്പൂൺ വെച്ചിട്ടും 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. സോ ഇതിനെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയും കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ. ഓക്കെ, ഈ പൊടി ഉള്ളതിനെയാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം. ഓക്കെ, സോ ഈ സമയത്ത് നമുക്ക് 200 ഗ്രാം ബട്ടർ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഒരു ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും ഇതും നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. സോ നമ്മൾ ബട്ടറും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് നമ്മൾ ഒരു 3 വലിയ മുട്ടയാണെങ്കിൽ 3 മുട്ട അല്ലെങ്കിൽ 4 മുട്ട കേട്ടോ ഇതിലേക്ക് ഓരോന്നായി ഇട്ടിട്ട് ഇതിലിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ 1 by 1 ആയിട്ട് വേണം കേട്ടോ നിങ്ങൾ എഗ്ഗ് ഇട്ട് കൊടുക്കാൻ. ഒരെണ്ണം ഇട്ടിട്ട് മിക്സ് ചെയ്യുക, പിന്നെ അടുത്തത് ഇങ്ങനെ ഇടാം. ഞാനിപ്പോൾ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട എല്ലാം മിക്സിയിലിട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ.
ആക്ച്വലി പ്ലം കേക്ക് ഉണ്ടാക്കാൻ ഈസിയാണ്. നമുക്ക് ബീറ്ററൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് എടുക്കാം കേട്ടോ, ഒന്നിച്ചിടരുത്. ഈ സമയത്ത് തന്നെ നമ്മൾ കാരമൽ സോസിൽ ഓറഞ്ചും കാരമലും ഉള്ള സോസ് അതും ഇട്ടിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നോക്കൂ, കേക്ക് ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 ഐറ്റം കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആദ്യം ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ആഡ് ചെയ്യുക. ഞാനപ്പോൾ ചോപ്പ് ചെയ്ത വാൾനട്ട്സും കാഷ്യൂനട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. 1/2 കപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇടാം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ മെല്ലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ബട്ടർ സൈഡിലെല്ലാം ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളുടെ കേക്ക് ബാറ്റർ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളൊരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഒന്ന് ഗാർണിഷിനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് എയർ ബബിൾസ് പോകാനാണ്. ഇനി ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലിട്ട് ഒന്ന് ചൂടാക്കാം കേട്ടോ. അതിന് മുകളിൽ ഒരു കേക്ക് സ്റ്റാൻഡ് വെച്ചിട്ട് 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1 മണിക്കൂർ വേവിച്ചെടുക്കണം കേട്ടോ. സോ ഒരു സ്ക്യൂർ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് വരുന്നത് വരെയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ബേക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 1.25 മണിക്കൂർ വേവിച്ച് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മളെ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.